പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെയുമായിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-20 വാക്യം. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു തിരുവെഴുത്താണ് വായിച്ചത്. ഹല്ലേലൂയ. അപ്പം ചങ്ങല ധരിച്ച സ്ഥാനാപതി പൗലോസ് വളരെ അഭിമാന പുരസ്സരത്തോടു കൂടിയാണ് പൗലോസ് അത് പറയുന്നത് തന്നെ. ഹല്ലേലൂയ. താൻ ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയാണെന്നും ചങ്ങല ധരിച്ചവനാണെന്നും ഒക്കെ പറയുന്നതിനകത്ത് പൗലോസ് അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മുഴു ലോകത്തിനും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. പൗലോസിൻ്റെ സ്വന്തം കാര്യമല്ല ഇവിടെ പറയുന്നത്, മുഴു ലോകത്തിനും വേണ്ടി പൗലോസ് ക്രിസ്തുവിൻ്റെ ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയാണ്. ഹല്ലേലൂയ. അപ്പം കർത്താവിന് നല്ലൊരു പ്രതീക്ഷ പൗലോസിൻ്റെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ പ്രതീക്ഷ പൗലോസിൽ കൂടെ നിറവേറുമ്പോൾ പൗലോസ് ക്രിസ്തുവിന് വേണ്ടി അനവധി കഷ്ടതകൾ സഹിക്കുക. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, നിങ്ങളെ ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയായി ദൈവം തിരഞ്ഞെടുത്ത് നിങ്ങളിൽ ദൈവവചനത്തെ ദൈവം നൽകി തരുമ്പോൾ വചനത്തിൻ്റെ മർമ്മം വേണ്ടും പോലെ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ. പൗലോസ് എന്ന് പറയുന്ന ഭക്തൻ ശക്തമായ ഒരു പ്രാർത്ഥന മനുഷ്യനാണെങ്കിലും താൻ വീണ്ടും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവവചനമായിട്ട് ഞാനും നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധി ഞാനും നിങ്ങളും താഴ്ത്തി കൊടുക്കുമ്പോൾ നാം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന നമുക്ക് ലഭ്യമാകുമ്പോൾ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ പ്രാഗൽഭ്യത്തോടുകൂടി പ്രസംഗിക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം പൗലോസ് ദൈവസഭയ്ക്ക് മുഴു ലോകത്തിനും വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇതുവകൽ പ്രിയരെ, ഈ കാലഘട്ടത്തിന് ആവശ്യം ദൈവവചനമാണ്. സ്തോത്രം. ദൈവവചനം ലഭ്യമായാൽ, ദൈവവചനം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു എന്നാൽ ആ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിയെടുത്ത് അവനെ ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ശക്തമായിട്ട് നിങ്ങളോട് ഇടപെടുന്നത്. ഹല്ലേലൂയ. അപ്പം വചനം നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നോ അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ശക്തിപ്പെടുത്താൻ കഴിയും. ഹല്ലേലൂയ. ഈ ലോകത്തിന് തരാൻ കഴിയാത്ത ദൈവവചനത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും ദൈവം നിങ്ങളുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം പൗലോസ് തൻ്റെ ബന്ധനത്തെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം കാണുന്നത് ചക്രവർത്തിക്ക് അപ്പീൽ നൽകിയിട്ടുള്ള തടവുകാരെ വേറെ വീടെടുത്ത് താമസിക്കുവാൻ അനുവദിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തെ ചക്രവർത്തിക്ക് അപ്പീൽ കൊടുത്തവരെയൊക്കെ എന്ത് ചെയ്തു? വേറെ വീടെടുത്ത് താമസിക്കുവാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. അങ്ങനെ പൗലോസിനും കിട്ടിയ അനുവാദം അനുസരിച്ച് പൗലോസ് ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയായി ചങ്ങല ധരിച്ച തടവുകാരനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന സ്തോത്രം. എങ്കിലും പൗലോസ് പറയാണ്, എങ്കിലും ചങ്ങല കൈമേൽ ഉണ്ടാകും. ചങ്ങലയുടെ ഒരറ്റം തടവുകാരൻ്റെ വലത്തെ കരത്തോടും മറ്റേ അറ്റം പടയാളിയുടെ ഇടത്തെ കരത്തോടും ബന്ധിച്ചിരിക്കും. ഹല്ലേലൂയ. അപ്പം വേറെ വീടെടുത്ത് താമസിച്ചാലും കൈമേൽ ചങ്ങല മാറുന്നില്ല. രണ്ട് കരങ്ങളിലും രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ഈ പടയാളികളുടെയും അല്ലെങ്കിൽ തടവുകാരൻ്റെ കൈയോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അത് അത്രമാത്രം ചങ്ങല ധരിച്ച് സ്വാധീനം ഇല്ലാതിരുന്നിട്ടും പൗലോസിൻ്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹം എന്താണ്? ദൈവവചനത്തിൻ്റെ മർമ്മം വെളിപ്പെടുത്തണം എന്നുള്ളതാണ്. സ്തോത്രം. അതേപോലെ ഇന്ന് പകൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് ശക്തമായിട്ട് പറയുവാനുള്ള ദൂത് എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് പ്രതികൂലത്തിൻ്റെ നടിയിലൂടെ കടന്നുപോയാലും ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും ദൈവവചനത്തിൻ്റെ മർമ്മം വെളിപ്പെടുത്തുവാൻ നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവവചനം പ്രാഗൽഭ്യത്തോടുകൂടി പ്രസംഗിക്കുവാൻ നിങ്ങൾ ദൈവത്തിന് താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാലഘട്ടത്തിൽ നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു ആമേൻ പറഞ്ഞാൽ ഹല്ലേലൂയ. അത് ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, സുവിശേഷം അറിയിക്കുന്ന ഒരു അഭിമാനമാണ്. ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയായി നിൽക്കുന്ന ഒരു അഭിമാനമാണ്.
പറയുകയാണ്. പൗലോസ് ഇവിടെ ചങ്ങല ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വേല ചെയ്യുവാൻ അത് താൻ അഭിമാന പുരസ്സരത്തോട് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവവചനം വിളിച്ചു പറയുന്ന എന്നെ കേൾക്കുന്നവരെ സ്നേഹിതരെ, അത് നിങ്ങൾ ചെയ്യുന്നത് അഭിമാനത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയാണെന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ചെയ്യുന്ന വേലയ്ക്കും അതിൻ്റെ പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ, സ്തോത്രം. ഈ സ്വാതന്ത്ര്യത്തിൽ നിന്നല്ല പൗലോസ് ഇത് പറയുന്നത്, തടവുകാരനായിട്ട്. പക്ഷെ താൻ ഒരു തടവുകാരനാണെന്ന് ഒരിക്കലും തൻ്റെ മനസ്സ് തന്നെ വേദനിപ്പിക്കുന്നില്ല. സ്തോത്രം. താൻ കഷ്ടം സഹിച്ചുകൊണ്ടാണ് ഈ സുവിശേഷം അറിയിക്കുന്നതെന്ന് പൗലോസിന് അങ്ങനെ ഒരു വേദന തൻ്റെ ഉള്ളിൽ അലട്ടുന്നില്ല. കാരണം പൗലോസിന് ഒറ്റ ആഗ്രഹമുള്ളൂ, തൻ്റെ നാവിൽ കൂടെ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകണം, കേൾക്കുന്നവർക്ക് പശ്ചാത്താപം ഉണ്ടാകണം, കേൾക്കുന്നവർക്ക് ഹൃദയ നൊമ്പരം ഉണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് മനുഷ്യൻ മുഴുവൻ പാപത്തിൽ വീണ് കിടക്കുന്നത് കൊണ്ട്, സ്തോത്രം, പാപശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട്, മനുഷ്യന് ഉയരുവാൻ കഴിയാതെ, വേണ്ടതുപോലെ ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ, മനുഷ്യനെ അകറ്റി നിർത്തുന്ന ദൈവികമായി മനുഷ്യനെ അകറ്റി നിർത്തുന്ന പാപ സ്വഭാവങ്ങളിൽ നിന്ന് ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ, ദൈവികമായ അനുഗ്രഹങ്ങളെ നൽകി ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ പൗലോസ് ആഗ്രഹിക്കുക. എന്ന് പറഞ്ഞാൽ പാപചിന്തകൾ അകറ്റി, പാപ സ്വഭാവം നടത്തി ദൈവികമായ അനുഭവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ സ്തോത്രം പൗലോസ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കുറച്ച് പണമല്ല. ഹല്ലേലൂയ. പണം തന്ന് നിറയ്ക്കുന്നതും, ഹല്ലേലൂയ, സ്തോത്രം, കുറച്ച് പണം കൊടുത്ത് ഒരാളെ അനുഗ്രഹിക്കുന്നതും, പണത്തിന് വേണ്ടി ഓടുന്നതും പണം സമ്പാദിക്കുന്നതുമല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതിൻ്റെ പിന്നീട് ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയായി നിന്നുകൊണ്ട് ലോകത്തോട് സുവിശേഷം വിളിച്ചു പറയുവാനാണ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ പാപത്തിൽ വീണ് നിലയില്ല കയത്തിൽ വീണുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നിത്യ നരകത്തിലേക്ക് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നിത്യ നരകത്തിൻ്റെ അനുഭവത്തിന് അവരെ കൈപിടിച്ച് ഉയർത്തി സ്വർഗീയ പർദീസ അവർക്ക് നൽകിക്കൊടുക്കുവാൻ, അവർക്ക് നിത്യജീവനെ പകർന്നു കൊടുക്കുവാൻ, ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസലോട്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, പൗലോസ് ചങ്ങല ധരിച്ച ഒരു പടയാളിയാണെങ്കിലും, ഹല്ലേലൂയ, പൗലോസ് പറയുകയാണ്, സ്തോത്രം, അത് ആ ചങ്ങല കർത്താവിൻ്റെ സ്ഥാനാധിപതിയുടെ വീരശൃംഖലയായിട്ടാണ് പൗലോസിനെ കാണുന്നത്. ഹല്ലേലൂയ. അപ്പം തൻ്റെ കയ്യിലെ ചങ്ങല കർത്താവിൻ്റെ സ്ഥാനാധിപതിയുടെ വീരശൃംഖലയായിട്ട് താനെന്നെ അംഗീകരിക്കുക. ഹല്ലേലൂയ. ഒരിക്കലും തൻ്റെ കയ്യിലെ ചങ്ങല തനിക്ക് അപമാനമായിട്ട് തോന്നിയിട്ടില്ല. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് സ്നേഹിതരെ, നിങ്ങൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, സുവിശേഷം നിങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾക്ക് നേരെ കടന്നു വരുന്ന ഏത് കടന്നാക്രമണത്തെയും നിങ്ങൾ ചെറുത്തു നിൽക്കുവാൻ കൃപ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധി നിങ്ങളെ തന്നെ ഒന്ന് ഒരുക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പൗലോസ് ചങ്ങലയാണ് ധരിച്ചിരിക്കുന്നെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ പൗലോസ് കണ്ടതുപോലെ, തൻ്റെ കയ്യിലെ ചങ്ങല വീരശൃംഖലയായി കണ്ടതുപോലെ, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണെന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്. സുവിശേഷത്തിൽ നിങ്ങൾ പിന്മാറിപ്പോകരുത്. ലക്ഷോപലക്ഷം ജനങ്ങൾ നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നിത്യ നരകത്തിൽ അവരെ കൈപിടിച്ചുയർത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പാപിയെ രക്ഷിക്കാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയുള്ളൂ. വേറെ ആർക്കും പാപിയെ രക്ഷിക്കാൻ കഴിയത്തില്ല. വേറെ ഒന്നിനും പാപിയെ രക്ഷിക്കാൻ കഴിയത്തില്ല. പാപിയുടെ രക്ഷ, പാപിയുടെ മാനസാന്തരം, പാപിയുടെ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കുവാൻ ഏക മാർഗം സുവിശേഷമാണ്. ഹല്ലേലൂയ. വചനത്തിന് അത് കഴിയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഇത് പല ദൈവത്തിന് കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവം ആഗ്രഹിക്കുന്ന സകല ജനവും മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കകത്തകപ്പെട്ട്, ഈ ലോകത്തിലെ ചിന്താഗതികൾക്കനുസരിച്ച് ജീവിക്കുന്ന സകല മനുഷ്യരും ദൈവസന്നിധിക്ക് മടങ്ങി വരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് സ്നേഹിത, നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ തളർത്തിക്കളഞ്ഞേക്കാം. നിങ്ങളെ ഉയരുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ മടുപ്പുളമാക്കുന്നതിനായിരിക്കാം. മുമ്പോട്ട് പോകാൻ കഴിയാതെ കൊണ്ട് നിങ്ങളുടെ കാലുകൾക്ക് ചങ്ങല കൂച്ചുവരം കിട്ടുക, ചങ്ങല
വലയിട്ട് പൂച്ചുവരം കിട്ടതുപോലെ ആമീൻ തോന്നിയേക്കാം. അതിൻ്റെ നടുവിൽ തകർന്നു പോകരുത്. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് പുതിയ വഴി തുറന്ന് തരും. സ്തോത്രം. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ ദൈവം മാറ്റിത്തരുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതേപോലെ ദൈവം ആരും ഉപേക്ഷിക്കുന്നില്ല. ദൈവം ആരും തഴഞ്ഞു കളയുന്നില്ല. ഇന്ന് പകൽ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ ഒറ്റയായി പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഒറ്റയ്ക്കായിപ്പം തോന്നുന്നുണ്ടോ? തനിച്ചായിപ്പം തോന്നുന്നുണ്ടോ? ആരും സ്നേഹിക്കുവാനില്ല, ആരും കരുതുവാനില്ല, ആരും ഒരു ആശ്വാസ വാക്ക് പറയുവാനില്ല. എല്ലാവരും വേദനിപ്പിക്കുന്നവരാണ്, എല്ലാവരും ദുഃഖിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് ജീവിതം മടുത്തു എന്ന് ചിന്തിച്ചിരിക്കുന്ന ജീവിതമേ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നീ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കണം. നിനക്ക് സപ്പോർട്ടായിട്ട്, നിനക്ക് തുണയായിട്ട്, നിനക്ക് കരുതലായിട്ട്, നിനക്ക് ബലമായിട്ട് യേശു നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം പൗലോസ് പറയുന്നത് തന്നെയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയായി ഈ ചങ്ങല ധരിച്ചിരിക്കുന്നെങ്കിലും എൻ്റെ ഒരു കൈയിലെ ഒരു കൈ പടയാളിയോട് കൂടി ചേർന്ന് ഒരു കൈ അമരലിയ തടവുവാനോട് ചേർത്ത് ബന്ധിച്ചെങ്കിലും ആ ചങ്ങല പൗലോസിന് പ്രശ്നമല്ല. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് ഈ ദൈവത്തിനും പറയുന്നത്. അപ്പം ഈ എല്ലാ സ്ഥാനാധിപതിമാരും എവിടെയാണ് താമസിക്കുന്നത്? കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. നമുക്കറിയാം. സ്തോത്രം. ഓരോ രാജ്യങ്ങളിൽ സ്ഥാനാധിപതിമാരെയും ഒന്ന് എടുത്തു നോക്കിക്കേ. അവർക്ക് പാർക്കുവാനുള്ള കെട്ടിടങ്ങളുണ്ട്. സ്തോത്രം. മന്ത്രിമാർക്ക് താമസിക്കുവാൻ കൊട്ടാരങ്ങളുണ്ട്. ഹല്ലേലൂയ. MLA-മാർക്ക് ക്വാർട്ടേഴ്സുണ്ട്. MP-മാർക്ക് മന്ദിരങ്ങളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ സ്ഥാനാധിപതിമാർക്കും അവരവരുടേതായ കൊട്ടാരമുള്ളപ്പോൾ സ്തോത്രം. ഭൂമിയിലെ സ്ഥാനാധിപതിമാർക്ക് അവരുടേതായ കൊട്ടാരങ്ങളുള്ളപ്പോൾ ഇവിടെ പൗലോസിനെ ചിന്തിച്ചു നോക്കിക്കേ. സ്വർഗത്തിൻ്റെ സ്ഥാനാധിപതിയായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയായിരിക്കുന്ന പൗലോസിന് വസിക്കുവാൻ ഒരു കൊട്ടാരമില്ലെന്ന് ഓർത്തോണം. സ്തോത്രം. സ്തോത്രം. അപ്പം പൗലോസിനെ പോലെ നമുക്കൊന്ന് താഴ്വാൻ കഴിയുന്നെങ്കിൽ, പൗലോസിനെ പോലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ ജീവിതത്തിൽ ജയാളിയായി മാറുകയാണ്. കൊട്ടാരമില്ലെങ്കിലും സൗധങ്ങളൊന്നും ഇല്ലെങ്കിലും, ഹല്ലേലൂയ, എടുത്തു പറയത്തക്ക സവിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും, ഒരു തടപുളി ആയിരിക്കുന്ന പൗലോസിന്റെ ഹൃദയത്തിനകത്ത് ഇത്രമാത്രം ആഗ്രഹമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവവചനത്തെ വിളിച്ചു പറയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം എല്ലാ സ്ഥാനാധിപതിമാരും എന്ത് ചെയ്തു? കൊട്ടാരത്തിൽ സൂഹിക്കുമ്പോൾ പൗലോസ് ഹല്ലേലൂയ സന്തോഷത്തോടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവുള്ളത് കർത്താവിൻ്റെ സ്ഥാനാധിപതി എന്ന അഭിമാനത്തോടെ സ്വന്തം ശരീരത്തിൽ പൂരിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പകൽ ഈ ദൈവവചനമൊക്കെ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം ദൈവസനി പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ നാം വളരെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കണം. കർത്താവ് തൻ്റെ പ്രത്യേകമായ കാര്യനിർവഹണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് അപ്പോസ്തോലികത്വം കൊടുത്ത് പൗലോസിനെ ഭൂമിയിലാക്കി വെച്ച് പൗലോസിൽ കൂടെ ദൈവസഭയ്ക്ക് എഴുതി തന്നിരിക്കുന്ന ഈടുറ്റ ലേഖനങ്ങൾ ഏത് മനുഷ്യനെയും മാനസാന്തരപ്പെടുത്തുന്നതാണ്. അതേപോലെ ഈ കാലഘട്ടത്തിൽ ലോകത്തിന് ആവശ്യം മാനസാന്തരമാണ്. ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ആവശ്യം എന്താണ്? മാനസാന്തരപ്പെടുവാനായിട്ടാണ് ദൈവവചനം ദൈവം നമുക്ക് നൽകുന്നത്. പാപിയുടെ മാനസാന്തരമാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ മാനസാന്തരത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നെങ്കിൽ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്നെങ്കിൽ, അകത്യങ്ങളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്നെങ്കിൽ, നിങ്ങളുടെ കുറവുകളെ കാണുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ, ഹല്ലേലൂയ, അതിൽ നിങ്ങൾക്കൊരു മോചനമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നാളുകളായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില പാപത്തിൽ നിന്ന്, നാളുകളായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില ശാപത്തിൽ നിന്ന്, നാളുകളായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില പാരമ്പര്യത്തിൽ നിന്ന് ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് മോചനം നൽകാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ ഇന്ന് വിടുവിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കരങ്ങൾ രണ്ടെണ്ണത്ത് കൂട്ടിയടിച്ച് ദൈവത്തിന് സ്തുതിച്ചാട്ട് നിന്റെ ബന്ധനങ്ങൾ ഇന്ന് പകൽ ദൈവം അഴിച്ചു കളയാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവം നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചു കളയാൻ പോവുകയാണ്. നിങ്ങൾ സ്വതന്ത്രമാക്കിയെടുക്കാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതിപ്പം ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോണം. കാലങ്ങളായിട്ട് ചില പാരമ്പര്യ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നെങ്കിൽ, ചില പാരമ്പര്യ രോഗങ്ങൾ നിങ്ങളെ തകർക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ യേശുവിനെ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? പാരമ്പര്യമായ രോഗങ്ങളെ ദൈവം നീക്കി നിങ്ങൾക്ക് സൗഖ്യം തരാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ ചില ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ സൗഖ്യം വെളിപ്പെടാൻ പോവുകയാണ്. അതേപോലെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ട്, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയായി രോഗവും പാടും ചങ്ങല ധരിച്ച് കിടക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
ഹല്ലേലൂയ. ഇവിടെ പൗലോസ് ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയായി ചങ്ങല ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, പൗലോസ് ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്തവനല്ല. ഹല്ലേലൂയ. പൗലോസ് ഒരു കുലപാതകനല്ല, പൗലോസ് ഒരു മോഷ്ടാവല്ല, പൗലോസ് ആരെയും പീഡിപ്പിച്ചിട്ടില്ല, പൗലോസ് ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ല. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ പൗലോസ് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളതാണ് പൗലോസിന്റെ മേലുള്ള കുറ്റാരോപണം. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് ഹല്ലേലൂയ തടവിൽ കിടക്കുന്നത്, ഹല്ലേലൂയ, പൗലോസ് അതുകൊണ്ട് അഭിമാനം, തൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെക്കുറിച്ച് പൗലോസ് ചിന്തിച്ച് നോക്കിയപ്പോൾ ഹല്ലേലൂയ പൗലോസിന് മനസ്സിലായി, ക്രിസ്തുവിനെ സന്ദർശിച്ച് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി മാറിക്കഴിഞ്ഞപ്പോൾ ക്രൂശിൽ മാനകുലത്തിന് വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയായി പൗലോസിനെ ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ തനിക്ക് വന്ന പീഡകളൊന്നും തൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടമൊന്നും തോന്നുന്നില്ല. ഹല്ലേലൂയ. അതേ സ്നേഹിതൻ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളെ നിങ്ങളൊരു പ്രശ്നമാക്കി സ്വീകരിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് ഇവിടെ തടവുകാനായിട്ടിരിക്കുന്നത് ഹല്ലേലൂയ താൻ കുറ്റം ചെയ്തിട്ടില്ല, സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിലാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ പ്രിയ ഇസ്ലാമിക സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ ലോകമെമ്പാടും തടവിലാക്കിയിരിക്കുന്ന അനവധി വിശുദ്ധന്മാരുണ്ട്, അനവധി സഹോദരിമാരുണ്ട്, കുടുംബമടക്കം ജയിലിൽ കിടക്കുന്നവരുണ്ട്. അവരുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ യാതൊരു കുറ്റവും ചെയ്യാത്ത സുവിശേഷം പ്രസംഗിച്ചതിന് പേരിൽ തടവിലാക്കിയിരിക്കുന്ന വിശുദ്ധന്മാരുടെ കണ്ണുനീര് സ്വർഗം കാണുമെന്ന് ഓർത്തോളം. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ കണ്ണുനീർ ദൈവം കാണും. ആ കണ്ണുനീരിന് ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കുകയും ചെയ്യും. കാരണം വിശുദ്ധന്മാരെ തടവിലാക്കി ലോക സുഖലോലുപ ജീവിതത്തിൽ പോകാമെന്ന് ഒരു രാജ്യങ്ങളും ചിന്തിക്കരുത്. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസന്മാർക്ക് നേരെ കൈവിരൽ ചൂണ്ടിയാൽ ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ തൊട്ട് കഴിഞ്ഞാൽ ദൈവം അതിനകത്ത് ഇടപെടും. ഹല്ലേലൂയ. അതേപോലെ ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ ആവശ്യമില്ലാതെ കുറ്റങ്ങൾ ചുമത്തി, കുറ്റാരോപണങ്ങൾ ചുമത്തി അവരൊരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ, അവരെ പീഡിപ്പിച്ചാൽ അതിൻ്റെ പ്രതികാരം മനുഷ്യരല്ല ചെയ്യുന്ന ദൈവം അതിന് കണക്ക് ചോദിക്കും. ഹല്ലേലൂയ. ഇന്ന് ലോകം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്താണ്? ലോകം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്താണ്? ലോകം അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എന്താണ്? ഞാൻ എല്ലാ ദിവസമൊക്കെ പറയാറുണ്ട്, ഈ ദുരന്തങ്ങൾ എന്താണ് എൻ്റെ പിന്നിലെ ചരിത്രം. അനവധി ഭക്തന്മാർ ഇന്നും ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളായി എല്ലാവരും കാരാഗ്രഹത്തിനകത്ത് കിടപ്പുണ്ട്. അനവധി രാജ്യങ്ങൾക്കകത്ത് ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളായ വിശുദ്ധന്മാർ ചങ്ങല ധരിച്ചുകൊണ്ട് ജയിലറയ്ക്കകത്ത് ഇരുളിൽ കിടക്കുമ്പോൾ ദൈവം അടങ്ങിയിരിക്കത്തില്ല, ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. അതുകൊണ്ട് ഇത് പകൽ പ്രിയരെ, ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളായിരിക്കുന്ന വിശുദ്ധന്മാരെ ലോകം മോചിപ്പിക്കേണ്ട സമയമായി, ലോകം വിടിവിക്കേണ്ട സമയമായി. അല്ലവരെ ബന്ധിച്ച് അവരുടെ ജീവിതം ഇരുളറയ്ക്കകത്ത് ഒതുക്കികളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയെ നമുക്ക് ഉപദ്രവിക്കേണ്ട കാര്യമില്ല. സുവിശേഷം പ്രസംഗിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയാണ്. ഹല്ലേലൂയ. അപ്പം പൗലോസ് പറയുന്നത് എല്ലാ സ്ഥാനാധിപതികളും കൊട്ടാരത്തിൽ താമസിക്കുക, കൊട്ടാരത്തിൽ സുഖലോലുപ ജീവിതവും ആഡംബര ജീവിതങ്ങളും സുഖലോലുപമായ ജീവിത സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് ലോകത്തിൻ്റെ സ്ഥാനാധിപതികൾ ആഡംബരത്തോടുകൂടി കൊട്ടാരങ്ങളിൽ വസിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയായിരിക്കുന്ന പൗലോസ് ചങ്ങല ധരിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പൗലോസ് പറയുന്നത്, കാരാഗ്രഹത്തിൽ നിന്നൊരു മോചനമല്ല പൗലോസ് ആഗ്രഹിക്കുന്നത്. പൗലോസ് പറയുന്നത്, എൻ്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിന്നാണ്. പൗലോസ് കാരാഗ്രഹത്തിലാണെങ്കിലും തൻ്റെ ആഗ്രഹം ഭയങ്കരമായത് പുള്ളിക്ക് ദൈവവചനം പ്രസംഗിക്കണമെന്ന. സ്തോത്രം. കാരാഗ്രഹത്തിൽ പുറത്തു വരുവാനുള്ള ആഗ്രഹമല്ല കാണിക്കുന്നത്, ദൈവവചനം പ്രസംഗിക്കണം. ഹല്ലേലൂയ. അതേപോലെ വചനത്തിന് മാത്രമേ ലോകത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കാൻ കഴിയുള്ളൂ. ദൈവവചനത്തിന് മാത്രമേ മനുഷ്യന് മാനസാന്തരം കൊടുക്കാൻ കഴിയുള്ളൂ. ദൈവവചനത്തിന് മാത്രമേ മനുഷ്യന് പാപം ക്ഷമിക്കാൻ കഴിയുള്ളൂ. ദൈവവചനത്തിന് മാത്രമേ ഒരു മനുഷ്യൻ നിത്യജീവനിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ഏത് ജീവിത സാഹചര്യത്തിൽ തളർന്നിരിക്കുന്നോ അതിൻ്റെ നടുവിൽ നിങ്ങൾക്കൊരു മോചനമുണ്ട്, ഒരു വിടുതലുണ്ട്. നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ, നിങ്ങളുടെ പാപം ക്ഷമിച്ച്, നിങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിച്ച് ഹല്ലേലൂയ നിങ്ങൾക്ക് മോചനം തന്ന സ്വർഗീയ പർദീസ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. നിങ്ങളുടെ കഷ്ടതയെ ദൈവം മാറ്റിത്തരാൻ പോവുക. സ്തോത്രം. വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങളൊക്കെ തട്ടിയുന്ന ദൈവത്തെ സ്തുതിച്ചായിട്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയായി സുവിശേഷം പ്രസംഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഇത്
ഇത് ലോകം തരുന്ന ലോകം തരുന്നതല്ല, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ലോകത്തിൻ്റെ കീർത്തിയല്ല നമുക്കുള്ളത്, ലോകത്തിൻ്റെതായ പുകഴ്ചകളൊന്നും അല്ല നമുക്കുള്ളത്. സ്വർഗം നമുക്ക് തരുന്ന ഒരഭിമാനം, സ്വർഗം തരുന്ന നമുക്ക് സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിന് വായിക്കണം, ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയുടെ ആഗ്രഹം അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എന്നല്ല. ചങ്ങല ധരിച്ച് കിടക്കുന്ന സ്ഥാനാധിപതിയായിരിക്കുന്ന പൗലോസിൻ്റെ ആഗ്രഹം എന്താണ്? അതിൽ നിന്ന് മോചനം പ്രാപിക്കുക എന്നുള്ളതല്ല. സ്തോത്രമില്ല. സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ തനിക്ക് കൃപ വേണമെന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതേപോലെ സുവിശേഷം പ്രാഗൽഭ്യത്തോടു കൂടി സംസാരിപ്പാൻ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൃപയിൽ നിറയപ്പെട്ടവന് മാത്രമേ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ അധികാരം വെളിപ്പെടുകയുള്ളൂ. സകലരും സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, സകലരും സുവിശേഷം പറയുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ സ്ഥാനാധിപതിയായി ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടുകൊണ്ട് ദൈവവചനത്തിൽ വിശുദ്ധിയിലും വേർപാടിലും നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നവരിലൂടെയാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. സ്തോത്രം. അല്ലേ? അപ്പം പൗലോസ് കാരാഗ്രഹത്തിൽ പുറത്തു വരണമെന്നല്ല പറയുന്നത്, എനിക്ക് വചനം പ്രസംഗിക്കുവാനുള്ള കൃപ വേണം. അല്ലേ? സ്തോത്രം. അതേപോലെ ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പൗലോസ് പല പ്രാവശ്യങ്ങളും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പൗലോസ് പറയുന്നതാണ് ഈ വേദപുസ്തകത്തിലെ വേദപുസ്തക മർമ്മങ്ങളെക്കുറിച്ച് വിശുദ്ധന്മാരോട് സഭയുടെ മർമ്മവും പാപികളോട് സുവിശേഷത്തിൻ്റെ മർമ്മവും അറിയിക്കുവാൻ പൗലോസ് അത്യുദ്ധാനം ചെയ്യുക. എന്താണ് ദൈവവചനം പറയുന്നത്? സ്തോത്രം. വിശുദ്ധന്മാരോട് സഭയുടെ മർമ്മം പ്രസ്താവിപ്പാൻ. ഹല്ലേലൂയ. സ്തോത്രം. പാപികളോട് സുവിശേഷത്തിൻ്റെ മർമ്മവും അറിയിക്കുവാൻ വേണ്ടിയിട്ട് പൗലോസ് അത്യുദ്ധാനം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് സ്നേഹിതരെ, നിങ്ങൾ ഒരു ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയായി നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദൗത്യം എന്താണ്? ക്രിസ്തുവിൻ്റെ സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. സഭയുടെ മർമ്മം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. സ്തോത്രം. അതുപോലെ തന്നെ സുവിശേഷത്തിൻ്റെ മർമ്മം പാപികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. സുവിശേഷത്തിൻ്റെ മർമ്മം പാപികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് പാപിക്ക് മനസാന്തരം ഉണ്ടാകുന്ന രക്തം ചെയ്യും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വേലയിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അപ്പം ഇവിടെ വചനം പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം പൗലോസിൻ്റെ കൈമേൽ മാത്രമേ ചങ്ങലയുള്ളൂ എന്ന് ഓർത്തോണം. ഹല്ലേലൂയ. പൗലോസിന്റെ കൈമേൽ മാത്രമേ ചങ്ങലയുള്ളൂ. പൗലോസിന്റെ ഹൃദയത്തിനകത്ത് ചങ്ങലയില്ല. പൗലോസിന്റെ ആദരത്തെ ചങ്ങല കൊണ്ട് പൂട്ടിയിട്ടില്ല. പൗലോസിന്റെ നാവിനെ ചങ്ങല കൊണ്ട് പൂട്ടിയിട്ടില്ല. പൗലോസിന്റെ കൈമേൽ മാത്രമേ ചങ്ങലയുള്ളൂ. അത് ലോകം കൊടുത്തതാണ്. ലോകത്തിന് കൈമേൽ മാത്രമേ ചങ്ങലയിടാൻ കഴിയുള്ളൂ. പൗലോസിന്റെ ഹൃദയത്തെയും ആദരത്തെയും പൗലോസിന്റെ നാവിനെ ചങ്ങലയിടുവാൻ ഈ ലോകത്തിന് കഴിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് പ്രിയരെ ഇന്നും ഇതൊക്കെ സംഭവിക്കുന്നത്. ഈ ലോകത്തിന് വേണമെങ്കിൽ കൂച്ചുവിലങ്ങിടാൻ പറ്റും, നമ്മുടെ കൈകാലുകൾ കൂച്ചുവിലങ്ങിടാൻ പറ്റും, വേണമെങ്കിൽ തടവറയിലാക്കാൻ പറ്റും. പക്ഷേ വിശുദ്ധൻ്റെ ആദരത്തെ, വിശുദ്ധൻ്റെ ഹൃദയത്തെ, വിശുദ്ധൻ്റെ നാവിനെ ചങ്ങലയിടുവാൻ ഇവിടെ ഒരു നിയമവുമില്ല. ഹല്ലേലൂയ. ആ ഒരു നിയമവുമില്ല. നമ്മൾ ഓർത്തോണം. ഹല്ലേലൂയ. എത്ര ചങ്ങല ബന്ധിച്ചാലും എത്രമാത്രം നമ്മളെ തടവിലാക്കിയാലും ഒരു വിശുദ്ധൻ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കും, സുവിശേഷത്തിൻ്റെ മർമ്മങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും. അതാണ് പൗലോസ് ഇവിടെ ചെയ്യുന്നത്. സ്തോത്രം. അതാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ചെയ്യുന്നതിനകത്ത് അഭിമാനം വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത് എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നത് ഞാൻ വായി തുറക്കുമ്പോൾ വചനം ലഭിക്കുവാൻ പ്രാർത്ഥന ആവശ്യമാണെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പ്രസംഗിക്കുവാൻ പൗലോസ് വായി തുറക്കും, വചനം പ്രസംഗിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യമാണ്. അതേപോലെ ഇന്നത്തെ കാലഘട്ടത്തിലെ ശുശ്രൂഷയല്ല അവിടെ. പൗലോസിൻ്റെ ജീവിതവും നമ്മുടെ ജീവിതം വ്യത്യസ്തമാണ്. നമ്മളെല്ലാം ചെന്നിട്ട് പറഞ്ഞ ഇപ്പോൾ കിട്ടിയ സന്ദേശമാണ്. അല്ലെങ്കിൽ ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ, ഞാനിവിടെ പ്രാർത്ഥന കേട്ടപ്പോൾ, ഇവിടുത്തെ കയ്യടി കണ്ടപ്പോൾ, ഇവിടുത്തെ ആരാധന കണ്ടപ്പോൾ, ഇപ്പോൾ കിട്ടിയ ലൈവ് എന്നും പറഞ്ഞല്ല പൗലോസ് പറയുന്നത്. ഞാൻ പ്രസംഗിക്കുവാൻ, ഞാൻ വായി തുറക്കുമ്പോൾ വചനം കിട്ടുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്.
ഭക്തൻ്റെ ജീവിതം പ്രാർത്ഥനയാണ്. അപ്പോൾ തന്നെ ഭക്തൻ മറ്റുള്ളൊരു പ്രാർത്ഥന ആവശ്യം എന്തിനാണ്? വചനം പ്രസംഗിക്കുവാൻ. ദൈവവചനം പ്രസംഗിക്കുന്നത് പ്രാർത്ഥനയോട് കൂടി ആയിരിക്കണം. ഒരു ദൈവവചനം പ്രസംഗിക്കുവാൻ നിങ്ങൾ ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനയോടെ ദൈവവചനം വായിച്ച് നിങ്ങൾ ഒരുക്കത്തോടു കൂടി സഭയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കേണ്ട വചനവും നിങ്ങൾക്ക് സുവിശേഷത്തിൻ്റെ മർമ്മവും ദൈവം വെളിപ്പെടുത്തി തരും. അങ്ങനെ വെളിപ്പെടുത്തി സഭയിൽ രണ്ടാണ് ശുശ്രൂഷ. ഒന്ന് വിശുദ്ധന്മാരോട് അല്ലേലൂയ ദൈവസഭയുടെ മർമ്മം ദൈവം വെളിപ്പെടുത്തും. രണ്ട് സുവിശേഷത്തിൻ്റെ മർമ്മം പാപികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അതിന് പ്രാർത്ഥന ആവശ്യമാണ്. സ്തോത്രം. ഇപ്പം കിട്ടിയ ന്യൂസ് പറയാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇപ്പം കിട്ടിയത് പറയാനല്ല പ്രേരിച്ചോ. പ്രാർത്ഥനയാൽ ഒരുങ്ങി വരണം. പ്രാർത്ഥനയാൽ നിങ്ങൾ ദൈവവചനം തയ്യാറാക്കണം. പ്രാർത്ഥനയാൽ നിങ്ങൾ ദൈവവചനത്തിലേക്ക് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ മാത്രമേ യഥാർത്ഥമായി വചനത്തിൻ്റെ മർമ്മം വെളിപ്പെടുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. ദൈവവചനം പറയുന്നത് പ്രാർത്ഥന ആവശ്യമാണ്. തന്നേക്കാൾ താണ ആത്മീയ നിലവാരമുള്ളവരോടും സ്തോത്രം ഹല്ലേലൂയ പൗലോസ് പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. എന്നൊരു പൗലോസിൻ്റെ അത്രയൊന്നും നമ്മളൊന്നും ആയിട്ടില്ല. പൗലോസിനെ പോലെ ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടുമില്ല. പക്ഷെ പൗലോസിനെ പോലെ നമ്മൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിലും പൗലോസ് സകലരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയരസ്തരോട് ഇന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രേയസിലൂടെ പ്രേരിയെ നമുക്ക് പറയാം. പൗലോസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സമാധാനം പൗലോസിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ സമാധാനം പൗലോസിനെ നിലനിർത്തുകയാണ്. അതാണ് പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ സ്തോത്രം വിശ്വാസവും സമാധാനവും ഹല്ലേലൂയ ഒരു വലിയ പാറ പോലെ പൗലോസിൻ്റെ ജീവിതത്തിൽ നിൽക്കുക. വിശ്വാസവും സമാധാനവും വലിയൊരു പാറ പോലെ. നമുക്കറിയാം വലിയ പാറയ്ക്ക് ഇളക്കമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കണം. വലിയ പാറയ്ക്ക് ഇളക്കമില്ല. ഇളക്കമില്ലാതെ പാറ നിൽക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിലുള്ള വിശ്വാസം ഒരു പാറ പോലെ പൗലോസിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുക. ആ പാറ എന്ന് പറയുമ്പോൾ ആ പാറ ക്രിസ്തുവാകുന്ന പാറയാണ്. ക്രിസ്തുവാകുന്ന പാറമേൽ പൗലോസിൻ്റെ വിശ്വാസവും സമാധാനവും താൻ ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ കാരാഗ്രഹത്തിനകത്ത് ക്രിസ്തുവിൻ്റെ ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയായി താൻ നിൽക്കുമ്പോഴും തനിക്ക് ഇളക്കമില്ലാതെ നിൽക്കുകയാണ്. സ്തോത്രം. ആരെല്ലാം തന്നെ പഴിചാരിയാലും ആരെല്ലാം തന്നെ അപമാനം പറഞ്ഞാലും പൗലോസിൻ്റെ പ്രശ്നമില്ല. കാരണം വിശ്വാസവും സമാധാനവും ക്രിസ്തുവെന്ന പാറമേൽ അടിസ്ഥാനമിട്ടവൻ്റെ ജീവിതത്തിനകത്ത് ഇളക്കം വരത്തില്ല. ഇതുപോലെ എന്നെ കേൾക്കുന്ന ഈ സ്നേഹിതരി, നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസവും സമാധാനവും ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഉറപ്പിച്ചതാണെങ്കിൽ നിങ്ങളെ ഇളക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങളെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സുഹൃത്ത്, എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വിശ്വാസവും ഹല്ലേലൂയ സമാധാനം ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പുള്ളതായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പം വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുമ്പം കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തെ ശരിയായിട്ട് ആരാധിക്കുവാൻ ദൈവ സ്നേഹം നമുക്ക് ആവശ്യമാണ്. അപ്പം ദൈവത്തെ ശരിയായിട്ട് ആരാധിക്കുവാൻ, ദൈവത്തെ ശരിയായിട്ട് സ്തുതിക്കുവാൻ, സുവിശേഷം ശരിയായ നിലയിൽ പറയുവാൻ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ആവശ്യമാണ്. പൗലോസ് പറയുകയാണ് സ്തോത്രം ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു കിരീടമായിട്ട് പൗലോസ് കാണുക. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു കിരീടമായിട്ട് താൻ തടവറയിലാണ്, താൻ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനാണെങ്കിലും പൗലോസ് പറയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എനിക്കൊരു കിരീടമായിട്ട് പൗലോസ് കാണുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് മറ്റുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേർപെടുത്തുമെന്ന്. അതേപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പൗലോസിനെ മാറ്റി നിർത്താൻ കഴിയത്തില്ല. കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹം തനിക്കൊരു കിരീടമാണ്. ഹല്ലേലൂയ. ഇതുപോലെ എന്നെ കേൾക്കണം സഹോദരങ്ങളിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾക്കൊരു കിരീടമായി മാറണം. അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? നിങ്ങളുടെ വിശ്വാസവും സമാധാനം ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പുള്ളതായിരിക്കണം. കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുവാനല്ല പൗലോസ് ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തിൻ്റെ മർമ്മം ഹല്ലേലൂയ പാപികളോട് അറിയിക്കുവാൻ, സഭയുടെ മർമ്മം വിശുദ്ധന്മാരോട് അറിയിക്കുവാൻ പ്രാർത്ഥനയാണ് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. ഇതുപകൽ ഒന്നിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട് സ്തോത്രം ഹല്ലേലൂയ വചനം ലഭിക്കേണ്ടതിന് സംസാരിക്കേണ്ടവണ്ണം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും വേണ്ടി പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് നമുക്ക് ലോകമെമ്പാടുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തടവറയിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഒരു വിടൽ കൊടുക്കാൻ വേണ്ടി, സുവിശേഷം സർവ്വലോകത്തിലും വ്യാപരിക്കുവാൻ, സുവിശേഷൻ്റെ മഹാത്മ്യ സകല ജനം തിരിച്ചറിയുവാൻ, പാപത്തെ വിട്ട് ജനം മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുവാൻ, അകൃത്യങ്ങളെ വിട്ട് മാനസാന്തരത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി നമുക്കിന്ന് പകൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ കണ്ണുകൾ അടച്ചാട്ട് ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ വചനം നിങ്ങളെ ഇന്ന് സ്വതന്ത്രമാകും.
അതിൻ്റെ ഒരു വചനം നിങ്ങളെ സ്വതന്ത്രമാക്കും. നിങ്ങൾ ഏത് പ്രതിസന്ധിയുടെ കടന്നുപോയാലും, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിൽ കടന്നു പോയാലും വചനം നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമാകാൻ പോവുകയാണ്. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ താഴ്ച നിങ്ങളെ ഉയർത്താൻ പോവുകയാണ്. നിങ്ങളുടെ പ്രതികൂലങ്ങളെ മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ രോഗങ്ങളെ മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണതിൻ്റെ അധികം തുടയ്ക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങളെ മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ വിലാപത്തെ അധികം നൃത്തമാക്കി തീർക്കാൻ പോവുകയാണ്. കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ അധികം മാറ്റാൻ പോവുക. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. പൗലോസ് ക്രിസ്തുവിൻ്റെ ചങ്ങല ധരിച്ച സ്ഥാനാധിപതിയായി കർത്താവിൽ തന്നായിരിക്കുമ്പോൾ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ കർത്താവിൽ ഹല്ലേലൂയ സുവിശേഷം പ്രസംഗിക്കുവാൻ, തൻ വായി തുറക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുവാൻ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോൾ കർത്താവ് ഈ കാലഘട്ടത്തിൽ ദൈവമേ വചനം പ്രാർത്ഥനയോടെ പ്രസംഗിക്കുവാൻ തൻ്റെ അഭിഷക്തന്മാരെ ഒരുക്കണമേ. ലോകമെമ്പാട് ക്രിസ്തുവിൻ്റെ കർത്താവ് സുവിശേഷ മുഖാന്തരം തടവറയ്ക്കകത്ത് കർത്താവ് കിടക്കുന്ന ഞങ്ങളുടെ സമയം വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരെ ദൈവമേ കർത്താവ് സന്ദർശിക്കണമേ. ഇരുളിൻ്റെ അറയിൽ കർത്താവ് ഇരുളറയ്ക്കകത്ത് തടവുള്ളികളായി കിടക്കുന്ന വിശുദ്ധന്മാരുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് യാതൊരു കുറ്റം ചെയ്യാതിരുന്നിട്ടും, യാതൊരു പാപവും ചെയ്യാതിരുന്നിട്ടും കർത്താവ് കുറ്റങ്ങൾ ചുമത്തി ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്ന രാജ്യങ്ങളുമേൽ ദൈവത്തിൻ്റെ നീതിയുടെ കരം വെളിപ്പെടുവാൻ, രാജ്യത്തിൻ്റെ അധികാരികളുമേൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുവാൻ, വിശുദ്ധന്മാരുടെ മോചനത്തിന് വേണ്ടി അവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സുവിശേഷം സർവ്വ ലോകത്തിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾ ദൈവനെ ഏൽപ്പിക്കുന്ന, പാപികൾക്ക് മനസ്സാന്തരം കൊടുക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, കുട്ടന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന സ്തോത്രം, ജീവിതത്തിൽ സന്തോഷം പകരുന്ന ഈ സുവിശേഷം ഇന്ന് പകൽ സകല കുടുംബങ്ങളിലും വ്യാപരിപ്പാട്ടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന, പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന സകല കുടുംബങ്ങളെയും ദൈവം വിടിവിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. കഷ്ടത്തിൽ നിന്ന് വിടിവിക്കണമേ, പ്രതിസന്ധികൾ വിടിവിക്കണം, പ്രതികൂലങ്ങൾ വിടിവിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. മരണകരമായ ചില വിഷയത്തിലൂടെ കടന്നു പോകുന്നവർ, ശരീരത്തെ രോഗം കൊണ്ട് ബാധിച്ചിരിക്കുന്നവർ, ശരീരത്തെ തളർത്തും വിധം കുത്തുന്ന വേദന പോലെ അനുഭവിക്കുന്നവർ, വിവിധ പ്രതിസന്ധികളെ കടന്നു പോകുന്നവർ ഇതുവരെ വിടിവിക്കപ്പെടുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ രാജ്യങ്ങൾക്കകത്ത്, ലോക രാജ്യങ്ങൾക്കകത്തുള്ള സകല വിശുദ്ധന്മാരെയും, സകല കർത്താവ് ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ മുഖാന്തരം എല്ലാം നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട്, സമ്പത്തുകൾ നഷ്ടപ്പെട്ട്, മക്കൾ നഷ്ടപ്പെട്ട്, ഭാര്യ നഷ്ടപ്പെട്ട്, ഭർത്താവ് നഷ്ടപ്പെട്ട്, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് തടവറയിൽ കല്ലുരി വേദനയോടുകൂടി ആയിരിക്കുന്ന ഞങ്ങളുടെ അഭിഷക്തന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ രോഗം കൊടുക്കാത്ത സന്തോഷം, രോഗം കൊടുക്കാത്ത സമാധാനവും ദൈവം കൊടുക്കണ്ടായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ജനത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി സുവിശേഷം പങ്കുവെച്ച അഭിഷക്തന്മാർ അവരുടെ കുടുംബങ്ങളെയും കർത്താവ് സൂക്ഷിക്കണം. അന്ന് ഇന്നുമെല്ലാം ദൈവങ്ങൾ ഏൽപ്പിക്കുന്നല്ലേ കർത്താവ് വചന ശക്തിയോടെ ലോകമെമ്പാടും വ്യാപരിക്കട്ടെ. ഇന്ന് കാണുന്ന സകല ദുരന്തങ്ങളിൽ നിന്നും ലോകം പിടിപ്പിക്കപ്പെടുവാൻ സുവിശേഷത്തിൻ്റെ അധികാരം സകല മേഖലയിലും വെളിപ്പെടുവാൻ, സകല ഭരണ മേഖലയിലും, സകല ജലത്തിന്മേലും വെളിപ്പെടുവാൻ ഞങ്ങൾ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലോക രാജ്യങ്ങളെയോട് പ്രാർത്ഥിക്കുകയുള്ളൂ. 800 കോടി ജനം തലമുറകൾ എണ്ണത്തിപ്പെടാത്തവർ, ഇന്ത്യയിലെ 138 കോടിയിലധികം ജനം തലമുറകൾ എണ്ണത്തിപ്പെടാത്തവർ, ഞങ്ങളുടെ കേരളത്തിലെ 3.5 കോടിയിലധികം ജനം തലമുറകൾ എണ്ണത്തിപ്പെട്ട അന്യവസ്ഥാനത്തുള്ളതാണ്. സകല ജനത്തെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ സുവിശേഷന്റെ സ്വാധീനം സകല ജനങ്ങളും വ്യാപരിക്കട്ടെ. സകല ജനവും മാനസാന്തരപ്പെടും, മടങ്ങി വരുവാൻ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.